കോട്ടയം ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് ഒരു ചെറിയ ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മഴ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് മാറിയിട്ടേ ഇല്ല. ജില്ലയിൽ 114 ക്യാമ്പുകളിലായി 3714 പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് കാണാതായ മണർക്കാട് സ്വദേശി ശരണിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. ജില്ലയിൽ മഴക്കെടുതി മൂലമുള്ള മരണം ഇതുവരെ 5 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറഞ്ഞാലിൽ നിന്ന് അഖിൽ കെ നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ, ഈ ദൃശ്യങ്ങൾ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തരുന്നുണ്ട്. മഴ മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഴയേക്കാൾ കൂടുതൽ കോട്ടയം ജില്ല ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വെള്ളക്കെട്ടിലൂടെയാണ്. ഇല്ലിക്കൽ പ്രദേശത്തൊക്കെ കോട്ടയം കുമരകം റോഡ്, ആ റോഡ് ആകെ മുങ്ങിക്കിടക്കുകയാണ്. ഇല്ലിക്കൽ പ്രദേശത്തുള്ള ചില ബന്ധുക്കളേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നപ്പോൾ അവിടെ എല്ലാം വീട്ടിൽ 3-4 മടി വെള്ളം ഏകദേശം ആ 1-ാം നിലയിലേക്ക് പരിപൂർണമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ചില ആളുകൾക്ക് 2-ാം നിലയിൽ അഭയം പ്രാപിക്കുന്നു. മറ്റു ചില ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നു. ഈ കാഴ്ചകൾ എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കോട്ടയം ജില്ലയുടെ അഖിൽ? അതോടൊപ്പം വരും മണിക്കൂറുകളിൽ കോട്ടയത്ത് പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഷിയാസ്, എന്തായാലും ഇപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ തുടർന്നു പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് മഴവേഗം വരുന്നുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ കുറച്ച് 1-2 ദിവസത്തിനുള്ളിൽ ഈ വെള്ളങ്ങളൊക്കെ താഴും. പക്ഷേ ഇനിയും മഴ കണക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിനാണ്. അതായത് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലത്തേക്കാൾ ഒരു അടി 1.5 അടിയൊക്കെ വെള്ളം കൂടി. ആ വെള്ളത്തിൽ നിന്നും കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിനാണ്. അതേ നിലയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ വെള്ളക്കെട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന എറഞ്ഞാളിൽ നിന്നും തിരുവഞ്ചൂരിലേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ഇതിൽ 5-6 കിലോമീറ്ററുകൾ നീളത്തിൽ ഇതേ അവസ്ഥയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ അരക്കൊപ്പം വെള്ളം, അതിന് മുകളിലേക്ക് വെള്ളം എന്ന രീതിയിലേക്ക് വെള്ളം കൂടിപ്പോരുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. വലിയ നാശനഷ്ടം ജില്ലയിൽ ആകമാനം സംഭവിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടെയുള്ള ആളുകൾക്ക് മൊത്തം സംഭവിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കൃഷിനാശം സംഭവിച്ചു. ഒരു 114 ക്യാമ്പുകളിൽ 3714 പേരുണ്ട്. ഈ 3714 പേർ ക്യാമ്പുള്ളവർ മാത്രമാണ്. ഏകദേശം ഒരു 10,000-നടുത്ത ആളുകളെ ഈ മറ്റു വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. കാരണം വീടുകൾ മുഴുവനായും വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മളൊപ്പം ഒരു KC ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ ഇവിടെ വലിയ രീതിയിൽ KC ഇലക്ട്രിക്കലി മറ്റു കൂട്ടി അങ്ങനെ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലേ? നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് കിട്ടിയ അറിവുകൾ അനുസരിച്ച് ഞങ്ങൾ മൊത്തം ഇറഞ്ഞാൽ പാലം തൊട്ട് തിരുവഞ്ചൂർ വരെയുള്ള കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ ഓരോ ഭാഗങ്ങളും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത്. വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. കഴുത്തോളം വെള്ളത്തിലാണെന്നാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ അതിൻ്റെ ചോട്ടിൽ പോയി അതിൻ്റെ അവിടുത്തെ നാശനഷ്ടം എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരക്കിയതിന് ശേഷമേ അവിടെ ആ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യും. ഇതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ 8 കിലോമീറ്റർ ഞങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ തന്നെ അവിടെ വരെയും പോയി ഫുള്ളായിട്ട് ഇതൊക്കെ പരിശോധന നടത്തിയതിന് ശേഷമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളത്തിലാണെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെള്ളത്തിലേക്ക് അപകടാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതാത് ഭാഗങ്ങൾ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷമേ ചാർജ് ചെയ്യും. ബാക്കിയുള്ളവർക്ക് ഇന്ന് ഏതാണ്ട് 2-ാം ദിവസമായി കഴിഞ്ഞു പോയി വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ. അതെ. ഞങ്ങൾ MC റോഡ് മറ്റേ അപ്പുറം തിരുവഞ്ചൂർക്ക് വരുന്ന MC റോഡിൽ നിന്നുള്ള അത് ഞങ്ങളുടെ AE സബ് എഞ്ചിനീയേഴ്സ് അവരെല്ലാം അവിടെ നനഞ്ഞ് അവർ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നു, ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. എല്ലാവരും ഇങ്ങനെയാണ് ഇതിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ ഇടത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെള്ളമുണ്ട്. നെഞ്ഞോളമൊക്കെ വെള്ളം അത്രത്തോളം വരുന്ന രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വലിയ വെള്ളക്കെട്ട് തന്നെയാണ് ഇത് ചുറ്റും മൊത്തം. ഞാനിപ്പോൾ നിൽക്കുന്നത് റോഡാണ് ഷിയാസ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ ഒന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് റോഡാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം MC റോഡിലേക്ക്, അതായത് കഴിഞ്ഞ കുറെ കാലം 2015 പ്രളയത്തിൽ കയറിയിരുന്നു. പക്ഷെ അതിനുശേഷം MC റോഡിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ MC റോഡിലേക്കും വെള്ളം കയറി. വലിയ പ്രതിസന്ധി ഉണ്ടായില്ലെങ്കിൽ പോലും ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കോട്ടയം നഗരത്തിലേക്ക് അതിന്റെ ഭാഗമായി തന്നെ വലിയ ഗതാഗത കുരുക്കുണ്ട് എന്നുള്ളതാണ്. വളരെ പതിയെ മാത്രമാണ് വാഹനങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന എറിഞ്ഞാൽ ഇന്നലെ തുടങ്ങിയതാണ് രക്ഷാപ്രവർത്തനം. ആളുകളെ മാറ്റി കൊണ്ടുപോകാനുള്ളത്. ഈ പ്രവർത്തികൾ ഇപ്പോഴും തുടരുന്നു. ഇന്നലെ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്താണ്. ഇന്ന് NDRF സംഘം തന്നെ 2 യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നിരവധി ആളുകളെ കൊണ്ടുപോയി. കുറച്ചു മുമ്പാണ് ഒരു 100 വയസ്സുള്ള അമ്മയെ എവിടെ നിന്ന് മാറ്റിയിരുന്നു. ഒരു 96 വയസ്സുള്ള ഒരു അച്ഛനെയും അവിടുന്ന് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ വള്ളത്തിലും ഒക്കെയായി ആളുകളെയൊക്കെ മാറ്റി വരുന്നു. ഇപ്പോൾ പക്ഷേ ഇതിനിടയിലും ചില കാഴ്ചകളുണ്ട്. അതായത് ഇതിൽ രസകരമായി വോളിബോൾ കളിക്കുകയാണ്. അതായത് വെള്ളം കയറി മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല.
വേറെ മാർഗ്ഗങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് വോളിബോൾ കളിക്കുകയാണ്. അവിടെയുള്ള കുറേ ചെറുപ്പക്കാരും മറ്റുള്ള ഇന്നലെയൊക്കെ ഇവരൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ വള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ഈ വീടുകൾ എന്നുള്ള പരിസരത്തുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ നാശനഷ്ടം ജില്ലയിൽ സംഭവിച്ചു. നമുക്കിപ്പോൾ കുറച്ചുകൂടി ദൂരെ അപ്പുറത്ത് കാണാൻ സാധിക്കും NDRFന്റെ ഒരു ബോട്ട് വരുന്നുണ്ട്. ആ NDRF സംഘത്തിന്റെ ഒരു ബോട്ട് വരുന്നുണ്ട് ശാസ്ത്ര. അപ്പോൾ അതിൽ ആളുകളെ കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി ആളുകൾ റെസ്ക്യൂ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. കിലോമീറ്ററുകൾ അപ്പുറത്ത് പോയാണ് ഈ വീടുകളുടെ മുകളിലും മറ്റുമായൊക്കെ തങ്ങി കിടക്കുന്ന ആളുകളെയൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ അതും കാണുന്നുണ്ട്. അതായത് NDRF സംഘം നമ്മൾ പറഞ്ഞു വെച്ച പോലെ തന്നെ NDRFന്റെ ഒരു ബോട്ടാണ് വരുന്നത്. അവർ ആളുകളെ കൊണ്ടുവരുന്നത് തുടർച്ചയായി ഏകദേശം രാവിലെ ഒരു 10 മണിയോടുകൂടി ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. അതിപ്പോഴും ഒരു ഇടാതെ തോരാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആകെയുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ പടിഞ്ഞാറ് മേഖലയെ സംബന്ധിച്ചുള്ള ആശ്വാസം എന്ന് പറയുന്നത് കിഴക്കൻ മേഖലയൊക്കെ അല്ലെങ്കിൽ മൊത്തത്തിൽ കാര്യമായ മഴ പെയ്യുന്നില്ല. ഇടയ്ക്ക് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്, പുറമായി നിന്നിട്ടില്ലെങ്കിൽ പോലും ശക്തമായ മഴ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ പോലുള്ള വലിയ മഴ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം മീനച്ചിലാറിലും മണിമലയാറിലും ഒക്കെ വെള്ളം താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മണിമലയാറിന്റെ മേഖലയിലും പഴയുടെ ഭാഗത്തൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ മണർക്കാട് ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ അങ്ങനെ ആ വെള്ളം കയറിയ ഒരു ഭാഗത്താണ്, അതായത് മണർക്കാട് നാലുമണിക്കാറ്റ് ഭാഗത്താണ് ശരൺ എന്ന് പറയുന്ന യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം വീട്ടിലെ വാട്ടർ ടാങ്ക് വെള്ളത്തിൽ ഒഴുകിപ്പോയി. അത് പിടിക്കാൻ വേണ്ടി ചാടിയതാണ്, പക്ഷേ അത് സാധിച്ചില്ല. അധികം വെള്ളത്തിനുള്ളിലേക്ക് വീണു പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഒഴുക്കിൽ പെട്ടുപോയി. ഇന്നലെ മണിക്കൂറുകളോളം NDRF അടക്കം പരിശോധന നടത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്ന് രാവിലെ ആ മൃതദേഹമാണ് ലഭിച്ചതെന്നുള്ളതാണ്. അങ്ങനെ NDRF സംഘം ഇങ്ങനെ തുടർച്ചയായി അതിലൊരു കൗതുകമുള്ളൊരു കാഴ്ച കൂടി ഉണ്ട്. അതിലൊരു സമ്മാനിക്കുന്ന വിവിധതരം കാഴ്ചകളാണ് ഒരൊറ്റ ഫ്രെയിമിൽ നമ്മൾ കാണുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ബോട്ട് കാണാം. അതിന് തൊട്ടിപ്പുറത്ത് ഈ രക്ഷാപ്രവർത്തനത്തിൽ എല്ലാം പങ്കെടുത്ത ചെറുപ്പക്കാരാണ്. അവർ ഇതിനിടയിൽ വേദനിച്ച് വിഷമിച്ച് മാറിയിരുന്നിട്ട് കാര്യമില്ല. കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ആസ്വദിക്കാൻ അവർ സമയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വിഷമിച്ച് മാറിയിരുന്നിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. രക്ഷാപ്രവർത്തനത്തിലും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി സമയങ്ങൾ അവർ വോളിബോൾ കളിക്കുന്നുണ്ട്, അവർ നീന്തുന്നുണ്ട്, രസിക്കുന്നുണ്ട്, അവർ ആഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട് വിട്ടു പോകുന്ന ആളുകളെ കാണാം. അരയ്ക്കൊപ്പം വെള്ളമാണ്. വീടുകളെല്ലാം ഏറെക്കുറെ മുങ്ങിയൊരു അവസ്ഥയാണ്. ഇതിപ്പോൾ പ്രധാനപ്പെട്ട റോഡാണ് ഈ കാണുന്നത്. എവിടെയാണ് അരയടി പൊക്കത്തിൽ വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പലതരം കാഴ്ചകളാണ് ഇപ്പോൾ കോട്ടയത്തെ വിവരങ്ങളാണ് ഇപ്പോൾ അഖിൽ പങ്കുവച്ചത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് പെയ്യുന്ന മഴയല്ല, മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ വെള്ളക്കെട്ട് വിട്ടു മാറുന്നില്ല എന്നുള്ളതാണ്. കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട, തീക്കോയി മേഖലകളിൽ, അതോടൊപ്പം പാലായിലെത്തിയ വെള്ളമാണ് പിന്നീട് കോട്ടയത്തേക്ക് ഒഴുകുകയാണ്. അങ്ങനെ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല ഏറെക്കുറെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇന്നും നാളെയുമൊക്കെ കോട്ടയത്ത് ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ്, നാളെ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ വീണ്ടും മഴ പ്രതീക്ഷിക്കേണ്ട മണിക്കൂറുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മഴ പെയ്താൽ അത് വീണ്ടും ചില പ്രതിസന്ധികളിലേക്കൊക്കെ കാര്യങ്ങൾ മാറും. വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്.